ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ മൊഴിയിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർ കുരുക്കിൽ. കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പിന് അന്വേഷണ സംഘം ശബരിമലയിലും ചെന്നൈയിലും ഹൈദരാബാദിലും ബംഗളൂരുവിലും തെളിവെടുപ്പ് നടത്തും. വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഈ മുരാരി ബാബുവിൻ്റെ മൊഴി എന്ത് എന്ന ചോദ്യമാണ്. അതായത് മുരാരി ബാബു അറസ്റ്റിലായ സ്ഥിതിക്ക് വെളിപ്പെടുത്തലുകൾ, മൊഴി നൽകിയിട്ടുണ്ടാവും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്ന് പറയുമ്പോഴും ഈ 2019-ലും 2025-ലുമൊക്കെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ആരൊക്കെ അറിഞ്ഞിട്ട് എന്ന കാര്യത്തിൽ കൂടി ആ മൊഴി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം താൻ അറസ്റ്റിലായി, എനിക്ക് ചുറ്റും നിന്നവർ, എന്നെ സഹായിച്ചവർ, ഞാൻ സഹായം ആവശ്യപ്പെട്ടവർ ഒക്കെ ഈ പരിധിയിൽ വരണമല്ലോ. തീർച്ചയായും കൃഷ്ണരെ, അത് തന്നെയാണ്. അതായത് സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങളൊക്കെ കൈയൊഴിയാൻ ശ്രമിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ നിലവിൽ ഈ ഒരു ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ അറസ്റ്റോടുകൂടി ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ള കാര്യം ആദ്യം മുതലേ ഉറപ്പായിരുന്നുവെങ്കിലും ആ നടപടികൾ വേഗത്തിലാകുമെന്നുള്ള സൂചന കൂടി വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുരാരി ബാബുവിന്റെ മൊഴിയിലടക്കം ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ. കാര്യം ഇതിന്റെ ഗൂഢാലോചന അറിയേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഉന്നതരുടെ പങ്ക്. ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിവുണ്ടായിരുന്നു. ദേവസ്വം മന്ത്രി അടക്കം ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു. അത് മാത്രമല്ല, ഈ സ്വർണം കൊണ്ടുപോകുന്നതിനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരഞ്ഞെടുത്ത സാഹചര്യം എന്താണ്, ആരാണ് ഇത്തരത്തിൽ മുരാരി ബാബുവിന് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നൽകി, അല്ലെങ്കിൽ മുരാരി ബാബു മാത്രമാണ് ഈ ഒരു തീരുമാനമെടുത്തത്. യാതൊരുവിധ സുരക്ഷയും ഇല്ലാതെ, തിരുവാഭരണ കമ്മീഷൻ പോലും അറിയിക്കാതെ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് എങ്ങനെയാണ് ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകാൻ സാധിച്ചത്? അക്കാര്യങ്ങളടക്കം അറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാനുള്ള നിർദ്ദേശങ്ങളടക്കം തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളതും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകളും കൂട്ടുപ്രതികളെയും കണ്ടെത്തേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങൾ തന്നെയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകുക എന്നുള്ളതാണ്. മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് മുന്നേയുള്ള ദിവസം അർദ്ധരാത്രിയാണ് മുരാരി ബാബുവിനെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ നിന്നും പിടികൂടുന്നത്. വീട്ടിൽ നിന്ന് പിടികൂടി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കഴിഞ്ഞ ദിവസം രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയോടുകൂടിയാണ് ചങ്ങനാശ്ശേരി ഏകദേശം വൈകിട്ട് ഒരു 6 മണിയോടുകൂടിയാണ് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം രാത്രി 9:30 സബ് ജയിലിൽ എത്തിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട സുപ്രധാന കാരണം ഈ കസ്റ്റഡി അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ മൊഴി എടുക്കണമെങ്കിൽ, കൂടുതൽ വിശദാംശങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതായിരുന്നു. എന്നാൽ മുരാരി ബാബുവിൽ നിന്ന് പ്രാഥമികമായി കിട്ടേണ്ട, അല്ലെങ്കിൽ ഉന്നതരുടെ പങ്കടക്കം കിട്ടേണ്ട വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി നടക്കുക. അതിനാലാണ് 29-ാം തീയതിയിലേക്ക് കസ്റ്റഡി അപേക്ഷ നൽകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് SIT സംഘം എത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥരിലേക്കും നിലവിലുള്ള ഉദ്യോഗസ്ഥർ പങ്കുള്ളവരാണോ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഗൂഢാലോചന, ഒപ്പം തന്നെ ഈ നടപടിക്രമങ്ങൾ എത്തരത്തിലാണ് നടന്നത്, ഈ സ്വർണം എവിടെയാണ് പോയത്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, ആർക്കൊക്കെ ഇതിൽ ഇക്കാര്യത്തിൽ അറിവുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് SIT സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നത്. കൂടുതലും തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും, ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും, രേഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഏറ്റവും സുപ്രധാനപരമായുള്ള ഒരു നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പായിരുന്നു. ഈ 2ാം ഘട്ട അന്വേഷണത്തിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന് അറസ്റ്റിലാകുന്ന ആദ്യത്തെ ഒരു നടപടിക്രമം കൂടിയായിരുന്നു. കേസിലെ 2ാം പ്രതിയാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചകൾ, അത് 2 കവർച്ചകളാണ്. ഒന്ന് ദ്വാരപാലക സ്വർണ്ണ കവർച്ചയും ഒപ്പം തന്നെ കട്ടളപ്പടിയിലെ സ്വർണ്ണ കവർച്ച. ഈ 2 കേസിലെയും അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു, രേഖകൾ നൽകിയിരുന്നു. ഒപ്പം തന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒപ്പം തന്നെ ലാപ്ടോപ്പുകളും അടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. തുടർന്ന് ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ചിലപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരെ തന്നെ പിടികൂടാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റ് ചെയ്യുവാനുള്ള, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്കും അന്വേഷണ സംഘം ഇന്ന് കടക്കുമെന്നുള്ളൊരു സൂചനയുണ്ട്. ഇപ്പോൾ നിലവിൽ മുരാരി ബാബു ഉള്ളത് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലാണ്. 29-ാം തീയതി ആയിരിക്കും, ഈ മാസം 29-ാം തീയതി ആയിരിക്കും അന്വേഷണ സംഘം
SIT സംഘം കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക, കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ കാണും. ആ കസ്റ്റഡിയിൽ വാങ്ങുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ മുരാരി ബാബുവിനെയും ഒരു തവണ കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുവാനുള്ളൊരു ഘട്ടം കൂടിയുണ്ട്. ഇതിൽ അറസ്റ്റിലാവുന്ന മറ്റു ഉദ്യോഗസ്ഥരെയും കോടതിക്ക് മുമ്പിൽ എത്തിച്ച് ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരെ ഒരുമിച്ചിരുത്തിയും ഒപ്പം തന്നെ ഒറ്റയ്ക്കിരുത്തിയും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇനിയുള്ളത്. മാത്രമല്ല തെളിവെടുപ്പ് ഏറെ നിർണായകമാണ്. സ്മാർട്ട് ക്രിയേഷനിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സ്വർണം എത്തിച്ച സ്ഥലങ്ങളിൽ എത്തിച്ച് ഇവരെ ഉൾപ്പെടെ ഈ പ്രതികളെ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ശബരിമലയിലെ ഈ ഒരു തെളിവെടുപ്പാണ് ഏറ്റവും നിർണായകം. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ നടപടിക്രമങ്ങൾ വൈകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ആ നടപടിക്രമങ്ങളിലേക്ക് SIT സംഘം കടക്കാനാണ് സാധ്യത. കൂടാതെ തന്നെ ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടപടികളും ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണം കൂടുതൽ വേഗത്തിലേക്ക് പോവുകയാണ്. മറ്റു പ്രതികളെ, അതായത് ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. കൃഷ്ണരാജ്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി കുറേ നാൾ അന്വേഷണം കൊണ്ടുപോകാൻ ശ്രമിച്ചു, അറസ്റ്റ് വൈകിപ്പിച്ചു. മുരാരി ബാബുവിനെ അതേപടി അന്വേഷണം വൈകിപ്പിച്ചു, അറസ്റ്റ് വൈകിപ്പിച്ചു, തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആക്ഷേപം ശക്തമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഈ രണ്ടുപേരിൽ മാത്രം ചുറ്റി നടന്ന അന്വേഷണം മുരാരി ബാബുവിൻ്റെ മൊഴി വരുന്നതോടെ ഉന്നതരിലേക്കും പോകും എന്നുറപ്പാകുന്ന ഒരു രണ്ടാം ഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് SIT സംഘം കസ്റ്റഡിയിൽ വാങ്ങി 6 ദിവസത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിരുന്നു അന്വേഷണം നടന്നത്. തുടർച്ചയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മൊഴി രേഖപ്പെടുത്തുന്നു. ചില ഘട്ടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ അത്തരത്തിലെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നില്ല. മെഡിക്കൽ പരിശോധനയ്ക്ക് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 5 ദിവസങ്ങളിലും പുറത്തിറക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം ഉദ്യോഗസ്ഥർ ചില വിവരങ്ങൾ നൽകാൻ തയ്യാറായിരുന്നുവെങ്കിലും പിന്നീട് ചില സാധ്യതകളിലേക്ക് കടക്കുകയാണെന്നുള്ള സൂചനകൾ മാത്രമാണ് നൽകിയത്. ചില വിവരങ്ങൾ വിട്ടുപറയാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെഡിക്കൽ അടക്കം പരിശോധിപ്പിക്കാൻ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് സത്യം പുറത്തുവരും, തന്നിലേക്ക് മാത്രം അന്വേഷണം കേന്ദ്രീകരിക്കുന്നു എന്ന തരത്തിലുള്ള മറുപടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളടക്കം പറഞ്ഞത്. ആ മറുപടികളിലടക്കം വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിക്കുന്ന അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. നടപടികൾ വളരെ സാവധാനം പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് അറസ്റ്റ് വൈകുന്ന സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും തിരുവനന്തപുരം നഗരവും ഒപ്പം തന്നെ ഈ പരിസരങ്ങളടക്കം സാക്ഷിയാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കോടതിയുടെ നിരീക്ഷണത്തിലായതിനാൽ തന്നെ ഒരാഴ്ച ഇടവേള കാലങ്ങളിൽ കോടതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ SIT സംഘത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും സംഘം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തെ അന്വേഷണ നടപടിക്രമങ്ങൾ എത്തരത്തിലാണെന്നുള്ള വിവരങ്ങൾ നൽകുന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ കോടതി ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകണം, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഭക്തർക്ക് ഇതിലടക്കം വലിയ മനോവിഷമമുണ്ട്. ഹൈന്ദവ സംഘടനകളടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല അതിൽ എടുത്തു പറയേണ്ട, കോടതി അത്തരം ഒരു നിർദ്ദേശം വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാരണം മണ്ഡലകാലം ഈ വൃശ്ചിക മാസം കൂടി വരികയാണ്. ശബരിമലയിൽ നിരവധി ഭക്തർ ദർശനത്തിനെത്തുന്ന ഒരു കാലം കൂടിയാണ്. ആ സമയത്ത് ഇത് ഭക്തരെ അടക്കം വലിയ തരത്തിൽ ഈ ഒരു വിഷയം വൈകിപ്പോകുന്നത്, അന്വേഷണം വൈകുന്നത് ഭക്തരെ അടക്കം അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടിയാണ്. അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ആ ഒരു ഘട്ടത്തിലാണ് പരമാവധി രേഖകൾ, പരമാവധി തെളിവുകൾ, പരമാവധി ശാസ്ത്രീയ പരിശോധന കിട്ടാവുന്ന രേഖകളൊക്കെ ശേഖരിച്ചുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റുകളിലേക്ക് വേഗം കടക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കോടതി നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കസ്റ്റഡി കാലാവധി നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ മൊഴിയിൽ ആശങ്കയോടെ ഉന്നതർ.